ശ്രീ പി ജയരാജൻ, ഏറ്റവും ദുർബലമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിൽ എല്ലാ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംവിധാനമല്ല എന്ന് താങ്കൾക്കും അറിയാം. അതിനെ വെൽഫെയർ പാർട്ടിയാകട്ടെ അതിലും ചെറിയ സംവിധാനമാണ്. അപ്പോൾ അവരെ വലിയ ഒരു സംവിധാനമായി അവതരിപ്പിക്കുക, അവരുമായി സഖ്യത്തിലാണ്, അതായത് മുന്നണിയിലുണ്ട്, UDF മുന്നണിയിലുണ്ട് എന്ന രൂപത്തിൽ പറയുക, നേരത്തെ നിങ്ങളുമായി സഹകരിച്ച ഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകിയ ഘട്ടത്തെ വേറെ രീതിയിൽ അവതരിപ്പിക്കുക, അതെങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഇവിടെ സ്മൃതി നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, CPM സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ജനാധിപത്യപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അർദ്ധ ഫാസിസ്റ്റ് ഭീകരത രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. പക്ഷേ ജനാധിപത്യത്തെ ഈ വിധം കശാപ്പ് ചെയ്തിട്ടൊരു പാർട്ടി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? എത്രയെത്ര അതിക്രമങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയതും ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ ചാളകളൊക്കെ ചേരികളൊക്കെ നശിപ്പിച്ചതുമായിട്ടുള്ള എത്രയെത്ര കൃത്യങ്ങൾ. കേരളത്തിൽ തന്നെ 27 ചെറുപ്പക്കാരെയാണ് അവസാനിപ്പിക്കട്ടെ. താങ്കൾ ഏങ്കറായിട്ടുള്ള ഓരോ അവസരത്തിലും CPM പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ അവസരം നിഷേധിക്കുക, ഇടക്ക് കയറി സംസാരിക്കുക, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് കേൾക്കൂ. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനതാ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സമീപനമാണ് ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM അത് പരിശോധിച്ചു. ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്നാണ് വിലയിരുത്തിയത്. കാരണം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങോട്ട് പോകുമായിരുന്നു? ഈ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധികാര വാഴ്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് CPIM കൈക്കൊണ്ട നിലപാട് തികച്ചും ശരിയായിരുന്നു. ആ ജനസംഘം ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് മാറാതെ. RSSും RSSകാരല്ലാത്തവരും തമ്മിൽ ജനതാ പാർട്ടിക്കകത്ത് തർക്കം വന്നപ്പോൾ ആ തർക്കത്തിൽ RSSനെതിരായിട്ടുള്ള വിഭാഗത്തിനൂടെയാണ് CPM അണിനിരുന്നത്. അപ്പോൾ തികച്ചും ശരിയായിട്ടുള്ള ഒരു നിലപാടാണ്, ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ശരിയായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കേണ്ടതിന്റെ പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോട്ടെ. അതല്ല ഞാൻ പറയുന്നത്, അന്ന് എടുത്തിട്ടുള്ള നിലപാട് തികച്ചും ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ സുന്ദരയ്യ പാർട്ടി നേതൃത്വത്തിന് എഴുതിയ കത്തൊക്കെ എടുത്തിട്ട് നിലപാട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ബേപ്പൂരിൽ RSSകാരനായിട്ടുള്ള മാധവൻകുട്ടി മത്സരിച്ചപ്പോൾ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന തങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചത് മാധവൻകുട്ടിയല്ല സ്ഥാനാർത്ഥി, താനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനാണ് അഭ്യർത്ഥിച്ചത്. അങ്ങനെയാ കോലീബി സഖ്യമുണ്ടാക്കിയത്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ UDFൻ്റെ ഭാഗമാക്കി മാറ്റിയതിനെ കുറിച്ചാണ്. അപ്പോൾ സ്മൃതി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിൽ പല സന്ദർഭങ്ങളിലും കൈക്കൊള്ളുന്ന നിലപാടുകളിൽ ചില കാലത്ത് മാറ്റം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ UDFൻ്റെ പ്രധാന ഘടക പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ ലീഗിനെപ്പറ്റി കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, ഇത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി 1955 ഡിസംബർ 28. നോക്കൂ, മുസ്ലിം ലീഗിനെ സർവ്വവിധ ശക്തിയും ഉപയോഗിച്ച് എതിർത്ത് നശിപ്പിക്കും. മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. മാതൃഭൂമി പത്രമാണ്, ദേശാഭിമാനി പത്രമല്ല. അപ്പോ അങ്ങനെ നിലപാട് അങ്ങനെ നിലപാട് സ്വീകരിച്ച ലീഗിനെ ഇന്ന് കൂട്ടിയിട്ടില്ലേ? മുസ്ലിം ലീഗുമായിട്ട് ഞാൻ പറഞ്ഞേക്ക്. അതെ, തന്നെയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു വരട്ടെ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചു, അത് ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് പറയുന്നതിന് എന്താ പ്രസക്തിയുള്ളത്? ഇന്ന് രാജ്യത്തിൻ്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അർദ്ധ ഫാസിസ്റ്റ്, ഇവിടെ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ഭരണം രാജ്യത്ത് നിലനിൽക്കുന്നു. അവര് ഈ രാജ്യത്തിൻ്റെ ഭരണക്കസേര ഉറപ്പിക്കാൻ വേണ്ടി ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള എല്ലാ നിലക്കുമുള്ള ഇടപെടലുകൾ നടത്തുന്നു. വേണ്ടി മതനിരപേക്ഷ
നേരത്തെ നിരീക്ഷകനും ലീഗിന്റെ പ്രതിനിധിയും BJP പ്രതിനിധിയും ഒക്കെ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടിട്ടില്ലല്ലോ. അതാ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വമുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരു ആപത്തായി കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തുടനീളം ഹിന്ദുത്വ രാഷ്ട്രീയം രൂപപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വേട്ടകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് CPIയും ഇടതുപക്ഷവും തീരുമാനിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നിലപാട് ശരിയാണോ? ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ്. മതരാഷ്ട്ര പ്രസ്ഥാനം മുമ്പുമായിരുന്നു. അത് പിന്നെ ഹുക്കുമത്തെ താങ്കൾക്ക് പറയാനാവുമോ? 96 നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞ ലീഗിനെ പറ്റി കോൺഗ്രസ് എടുത്ത നിലപാട് പിന്നീട് മാറി. ജമാഅത്തെ ഇസ്ലാമിൽ പറയൂ. ഒരു മുതിർന്ന നേതാവല്ലേ? കാരണം ഇതിലെപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കും. താങ്കൾ ഈ അവസാന നിമിഷം ഒന്ന് വ്യക്തത വരുത്തൂ ദയവ് ചെയ്ത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, UDF ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, എന്താണ് ആ വ്യത്യാസം? ഒന്ന് ചൂണ്ടിക്കാട്ടൂ. അതെ ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള സമയം തരണം. നിങ്ങൾ നോക്കൂ, ലീഗിനോട് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെയാ കോൺഗ്രസ് മാറിയത്? എതിർത്ത് നശിപ്പിക്കുമെന്നാ നെഹ്റു പറഞ്ഞത്. ചത്ത കുതിരിയാണെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുന്ന അവസരത്തിൽ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോ CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് RSS BJP ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യത്തിന്റെ മേലെ പല നിലക്കും ക്ഷേത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊരു ധ്രുവീകരണം നടത്തുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ശക്തമായി എതിർക്കണം എന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതിലെന്താ തെറ്റുള്ളത്? പച്ചക്കൊടി പോലും ഈ കാലത്ത് ഇപ്പോ അതാണ് പറഞ്ഞത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി പോലും ഉത്തരേന്ത്യയിൽ കാണിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നതിന്റെ കാര്യം എന്താണ്? അവിടെ നല്ല നിലക്കുള്ള വർഗീയ ധ്രുവീകരണം വരും. അപ്പോ ഹിന്ദു മാസസിനിടയിൽ കോൺഗ്രസിന് വലിയ നിലക്ക് എതിർപ്പ് ഉയർന്നു വരും എന്ന് കണക്കാക്കിക്കൊണ്ട് വയനാട്ടിൽ പ്രിയങ്ക മത്സരിച്ചപ്പോ, നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോ ലീഗിന്റെ പച്ചക്കൊടി പോലും ഉത്തരേന്ത്യയിൽ കാണിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് ലീഗുകാരെ കൊണ്ട് ബലൂണ് പിടിപ്പിച്ചവരായി കോൺഗ്രസ്. രാജ്യത്തെ ആ സാഹചര്യത്തെ മതരാഷ്ട്ര ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് സ്മൃതിക്ക് പറയാനാവില്ല. മതരാഷ്ട്രം എന്ന് പരസ്യമായി പറയുന്നത് RSS ആണോ ജമാഅത്തെ ആണോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ, അങ്ങ് PDPയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമല്ലേ അങ്ങയുടെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്? അതിൽ മദനി എങ്ങനെയാണ് ഇവിടെ തീവ്രവാദം വളർത്തിയെന്ന് പറയുന്നു. അതേ സംവിധാനവുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് അവരിപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെ സഖാക്കളെ കൊന്നവരാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇതെന്ത് വിശദീകരണമാണ്? വ്യക്തത വരുത്തൂ. എന്റെ പുസ്തകം സ്മൃതി വായിച്ചോ? ഞാൻ ആ ഭാഗം വായിച്ചു, മുഴുവനായി വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചോളാം. ആദ്യഘട്ടത്തിലുള്ള വിമർശനം വായിച്ചിട്ടില്ല, വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ എന്നെപ്പറ്റി വിമർശനം ഉന്നയിക്കില്ല. കാരണം മദനിയെപ്പറ്റി ആദ്യകാലത്ത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്നും എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ പേജിൽ, ഒറ്റ പേജിലാണ് എല്ലാം എഴുതി വെച്ചത്. സ്മൃതിയും വായിക്കണം, മറ്റാളുകളും വായിക്കണം. അതുപോലെ ഒരു മതരാഷ്ട്രവാദിയെയും പിന്തുണക്കാൻ പാടില്ല എന്നുള്ള ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്. PDP ജമാഅത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? തന്നെയാണ് ഞാനും പറഞ്ഞത്. മദനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിക്കുന്ന അതേ നിലപാട് ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി
തൊട്ടുകൂടാൻ പറ്റാത്തവരായത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണോ? പിന്നെ അപ്പൊ 96 മുതൽ അവര് ബംഗ്ലാദേശിലുണ്ട്, അവർ പാകിസ്ഥാനിലുണ്ട്. 96 നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? തെക്കേ ഏഷ്യൻ പറഞ്ഞോളൂ. അതെ ഞാൻ പറയുന്നത്, തെക്കേ ഏഷ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ബംഗ്ലാദേശില് ഈയിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായല്ലോ, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ആരാതിന്റെ പിന്നിൽ? അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. അപ്പോ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന മാറ്റം പരിഗണിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളുടെ ശക്തമായിട്ടുള്ള നിലക്കുള്ള എതിർപ്പ് നാം രേഖപ്പെടുത്തണം. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷ അറിയാമല്ലോ. ഇപ്പോൾ CPM-നെ മാവോയിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിലുള്ള വ്യത്യാസം അവർക്കിടയിലുമുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്നു. രാഷ്ട്രീയമായി താങ്കൾ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ് രാഷ്ട്രീയം. മൗദൂദിയുടെ പത്രസ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പിന്നീടുള്ള സ്വീകരണങ്ങളിൽ നിങ്ങളൊക്കെ തന്നെയും ഈ ഹുക്കുമത്തെ ഇലാഹി പറയുമ്പോൾ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, വേദി പങ്കിട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ 2019 മുതൽ കഥ മാറുന്നു. അതല്ലേ സംഭവിച്ചിരിക്കുന്നത് ശ്രീ പി ജയരാജൻ? അല്ല, 2014 മുതൽ ഇന്ത്യക്കകത്തൊരു പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തിലെ ഭിന്നത വർദ്ധിപ്പിക്കുക, മതപരമായിട്ടുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഹിന്ദുത്വ വർഗീയതയെ എതിർത്തു തോൽപ്പിക്കുന്നതിന് ഒരു ന്യൂനപക്ഷ വർഗീയതയെയും യോജിക്കാൻ പാടില്ല. ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതിന്റെ ഒരു പ്രതിനിധിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ പാടില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.